ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കോന്നി ഏലിയറക്കിലാണ് ഈ കൊല്ലപ്പെട്ട വഹാബും ഈ പ്രതി നിയാസും തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇതിൽ ഈ നിയാസിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ വഹാബിന്റെ സഹോദരിയുടെ മോളാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി ഇവർക്കുണ്ട്, അടുത്തൊരു ബന്ധമാണ്. എന്തായാലും ഈ സ്ഥിരമായി മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ തർക്കങ്ങളും വഴക്കും ഉണ്ടാക്കുന്ന ഒരാളാണ് നിയാസ്. ഒപ്പം ഇന്നലെയും സമാനമായ രീതിയിൽ വീട്ടിൽ ഇത്തരത്തിലുള്ള വഴക്കുണ്ടാക്കുകയും ഈ ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വഹാബ് വീട്ടിലെത്തി ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് തലക്കടിച്ച് വഹാബിനെ നിയാസ് കൊലപ്പെടുത്തിയത്. എന്തായാലും ഇവർ രണ്ടുപേരും നേരത്തെ ബന്ധുക്കളായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. തൊട്ടടുത്ത വീടുകളിൽ സ്ഥിരം മദ്യപിക്കുന്ന ആളുകളാണ് ഈ നിയാസും അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട വഹാബും. വീട്ടിൽ നിത്യവും വഴക്കും പ്രശ്നങ്ങളും ഇവർ തമ്മിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നു. അയൽക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ഇവർ ഓരോ ദിവസവും ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്തായാലും ദിവസവും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ നിയാസ്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയാണ്. സമീപകാലത്താണ് ഈ വഹാബിന്റെ സഹോദരിയുടെ മകളോടൊപ്പം നിയാസ് താമസത്തിനായി അവിടെ വന്നത്. എന്തായാലും അന്ന് മുതൽ ഈ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളും ഈ വഹാബും ഈ നിയാസും ഒന്നിച്ച് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന രീതി തുടരുകയാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ വീട്ടിൽ വഴക്കുണ്ടായ സമയത്താണ് ഈ ഭാര്യയെ മർദ്ദിക്കുന്ന കണ്ടാണ് ബന്ധുവായ വഹാബ് അവിടെ ചെല്ലുകയും തുടർന്ന് വാക്കേറ്റം ഉണ്ടാകും, പരസ്പരം ഏറ്റുമുട്ടുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് ഈ വഹാബിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 3 മണിയോടുകൂടി തന്നെ വഹാബ് മരണപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അയൽവാസികൾ പറയുന്നത് ഈ പ്രതിയായ നിയാസ് തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയാണ്. സമീപകാലത്താണ് ഇവിടെ വന്ന് താമസം ആരംഭിച്ചത്. അന്നു മുതൽ ഈ മർദ്ദനങ്ങൾ തുടർന്നുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയാണ്, ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. കഴുത്തിന് മാത്രം ഇടിക്കുകയും അത്തരം കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം പലതവണയും ഈ ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ നിയാസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അയൽവാസികളും പോലീസും ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഇന്നലത്തെ ഒരു സംഭവത്തിന് ശേഷം രാത്രി ഈ ആളുകളെല്ലാം എത്തുന്ന സമയത്താണ് വഹാബിനെ രക്തം വാർന്ന നിലയിലാണ് കണ്ടെത്തിയത്. ബോധരഹിതരായി കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ 3 മണിയോട് കൂടി തന്നെ മരണം സംഭവിക്കുകയും ചെയ്തെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോം. അങ്ങനെ സ്ഥിരമായി വീട്ടിലും നാട്ടിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന വ്യക്തി നിയാസ് ഭാര്യയെ മർദ്ദിക്കുന്നതും പതിവായിരുന്നു. ഇവിടെ ഏത് സാഹചര്യത്തിലാണ് വഹാബ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? ഇങ്ങനെ ഭാര്യയെ ഇത് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കണ്ട് ഇടപെട്ടത് മാത്രമായിരിക്കുമോ പ്രകോപന കാരണം?